ഒന്നാം റാങ്കോടുകൂടി ഗവൺമെൻറ് ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇനിയും പഠിക്കണം, ഇനിയും റാങ്ക് വാങ്ങണമെന്ന് അതിയായ ആഗ്രഹമാണ്. അത് ചിലർക്കെങ്കിലും അഹങ്കാരമായിട്ട് തോന്നും. ഒരു ജോലി കിട്ടിയില്ല, ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് അഹങ്കാരമല്ല, നമുക്ക് ഒരു ആഗ്രഹമാണ്. പഠിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ടുള്ള തോന്നലാണ്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പഠനം ഒരു ബാധ്യതയാവില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് ലിസ്റ്റിൽ കയറി ജോലി വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും, അതേപോലെ നിരാശയുണ്ടാവും, ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മരിക്കും വരെ നമ്മൾ പഠിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠനം നമുക്കൊരിക്കലും ഭാരമാവില്ല. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പ്രേരണയായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി അതായത് ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹം 92 വയസ്സിലാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് വരെയും അദ്ദേഹം പുതിയ കോഴ്സസ് പഠിച്ചുകൊണ്ടിരുന്നു. പുതിയ കാര്യങ്ങൾ അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ആ 92 വയസ്സുള്ളൊരു മനുഷ്യൻ ആ സമയത്തും പഠിക്കണമെങ്കിൽ അദ്ദേഹം, അതുകൊണ്ടാണല്ലോ അത്രയും പഠിച്ചത് കൊണ്ടും അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ എല്ലാവരും ഇപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. പക്ഷെ നമ്മളെന്താണ് ചെയ്യുന്നത്? എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് കരുതി പഠിക്കുന്നവരായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു പഠനഭാരം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ മരണം വരെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ പഠിക്കാനുണ്ട്, ആളുകളെ പഠിക്കാനുണ്ട്. അതോടൊപ്പം നമ്മളുടെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പഠനവും നമുക്കൊപ്പം വേണം. നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളൊരു ദിവസം ഫുഡ് കഴിക്കാൻ മടി കാണിക്കില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ മടി കാണിക്കില്ലല്ലോ. അതേപോലെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ പഠനം എന്ന് പറയുന്നൊരു കാര്യം കുറച്ച് നേരമെങ്കിലും 2 മണിക്കൂറിലെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ നമുക്കതൊരിക്കലും ബോറടിക്കില്ല. മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന പലരുടെയും പ്രശ്നം ഇതാണ്, ടെൻഷനും നിരാശയും. ചിലപ്പോൾ ആദ്യം ഒരു എക്സാം എഴുതി അത് ലിസ്റ്റിൽ വന്നില്ല, പിന്നെ കടുത്ത നിരാശയിലേക്ക് പോകും. അതിൻ്റെ ആവശ്യമില്ല. അത് ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ മുമ്പ് ഇത്രയും സമയമുണ്ട്. സോ നമ്മൾ കിട്ടുന്ന സമയം നന്നായിട്ട് പഠിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ലിസ്റ്റിൽ കയറി ജോലി വാങ്ങും എന്നുള്ള രീതിയിലേക്ക് എത്താം. ഇനി അതല്ല, നിങ്ങൾ വിദേശത്തേക്ക് ജോലി നോക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സസ് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ബേസിൽ നമുക്ക് വിദേശത്ത് ജോലി ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പഠിച്ചതൊന്നും ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കും ഇതൊക്കെ ഇപ്പം എന്തിനായിരുന്നു പഠിക്കുന്നത്, പക്ഷെ അത് ലൈഫിൽ എവിടെയെങ്കിലും എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഇല്ലെങ്കിലും നമ്മളൊരാളുടെ ഒരു കാര്യം തർക്കിക്കുമ്പോൾ ആ തർക്കിക്കാനുള്ള ഒരു അറിവ് നമുക്ക് വേണമല്ലോ. അന്നേരമെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വാല്യൂ കൂടുകയാണ്. ഇയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് പ്രയോജനപ്പെടും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതേപോലെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ കയറിയെങ്കിലും PSC ഇൻ്റർവ്യൂവിന് ജനറൽ നോളജ് ചോദിച്ചിരുന്നു. പണ്ടെപ്പോഴും ഞാൻ, അതായത് ഒരു 2017 ബോംബെയിൽ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്ന സമയത്ത് അന്ന് പഠിക്കാൻ എനിക്കൊന്നുമില്ല, എക്സാം ഒന്നും ആ സമയത്തില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ തമാശയ്ക്കൊരു LED ക്ലർക്കിൻ്റെ എക്സാം വന്ന സമയമായിരുന്നു. ആദ്യമായിട്ട് പ്രിലിമും മെയിനും വന്ന സമയമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു റാങ്ക് ഫെയിൽ വാങ്ങിച്ചിട്ട് ബോംബെയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ പഠിച്ചതാണ്. കാരണം ഹസ്ബൻഡിന് ആ സമയത്ത് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അദ്ദേഹം 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കും രാവിലെ. അപ്പോൾ നമ്മൾ എന്തായാലും എഴുന്നേൽക്കണമല്ലോ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി സമയം നമുക്ക് പിന്നെ ഉറങ്ങാനൊക്കെ തോന്നില്ല. അപ്പോൾ ആ ഒരു സമയം ഹസ്ബൻഡ് പഠിക്കുന്ന സമയത്ത് ചുമ്മാതെ ഇതുകൂടെ ഒന്ന് പഠിച്ച് നോക്കാം, എന്താണ് ഈ പ്രിലിമും മെയിനും എന്നൊക്കെ നോക്കാം എന്ന് കരുതിയിട്ട് ഞാൻ LED ക്ലർക്കിന് വെറുതെ ഇരുന്ന് പഠിച്ചു. ആ പ്രിലിം പാസ്സായിട്ടുണ്ടായിരുന്നു, മെയിൻ ഞാൻ എഴുതിയില്ല. പക്ഷേ ആ പ്രിലിമിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച കാര്യമാണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറുമ്പോൾ എനിക്ക് GKയിലായിട്ട് ക്വസ്റ്റ്യനായിട്ട് വന്നത്. എന്നിട്ട് ചോദിച്ചത് തൃപ്പടി ദാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ LED ക്ലർക്കിന് പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അതെനിക്ക് അറിയില്ലായിരുന്നു തൃപ്പടി ദാനം എന്താണെന്നൊക്കെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ അന്ന് ബോംബെയിൽ വെച്ച് പഠിച്ചത്. അപ്പോൾ ഞാൻ ആ കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരു ഭയങ്കര ഇതായിരുന്നു. മീൻസ് ആ ക്വസ്റ്റ്യൻ ചോദിച്ച സാറിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാനത് പറയുന്നത് അദ്ദേഹം കരുതിയില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു തൃപ്പടിദാനം ആരാണ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതിനെല്ലാം ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഒരുപാട് അഭിനന്ദിച്ചാണ് അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായ കാര്യമാണ്, നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും വലിയ കാര്യമാണെങ്കിൽ പോലും എവിടെയെങ്കിലും നമ്മുടെ ലൈഫിൽ അത് പ്രയോജനപ്പെടും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചില ആളുകൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ലേ, ചിലപ്പോൾ നമ്മളത് വലിയ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല അത് കേൾക്കാനായിട്ട്.
ഇവരെന്താണ് ഈ സംസാരിക്കുന്നതെന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ ആ ഒരു അറിവായിരിക്കും നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ പഠനത്തെ ഒരു പാഷനായിട്ട് കാണുക. എവിടെ നിന്നൊക്കെ നമുക്ക് അറിവുകൾ കിട്ടുമോ അതിനെയെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് മനസ്സിൽ വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പരീക്ഷ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. പഠനത്തെ ഒരിക്കലും ഒരു ഭാരമായിട്ട് കാണുകയേ ചെയ്യരുത്. ഇനിയും ഞാൻ പഠിക്കും, ലിസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഇനിയും ഞാൻ കൂടുതൽ പഠിച്ച് ലിസ്റ്റുകളിൽ കയറും, ജോലി വാങ്ങും. ഇനി ഞാനൊരു ജോലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മുകളിൽ അടുത്ത ജോലി ഞാൻ വാങ്ങും എന്നിങ്ങനെ ഒരു അടങ്ങാത്ത ആവേശം ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ജീവിതം ഒരിക്കലും ബോറടിക്കത്തില്ല. നമ്മൾ ലൈഫിൽ ഒന്നും ആവാതെ പഠിത്തം നിർത്തി വെറുതെ അലഞ്ഞു നടക്കുന്നതിലും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നത്. ഒരിക്കലും നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പലരെയും കൊണ്ട് അത് പറ്റാറില്ല. അതേസമയം എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ടാകും. നമ്മൾ ബാക്കി എൻ്റർടൈൻമെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വേണം, എല്ലാ സന്തോഷങ്ങളും വേണം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളെ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സ്വന്തം വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളോട് തന്നെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് തോന്നും. ഇതുപോലെയുള്ള സ്റ്റഡി മോട്ടിവേഷൻ ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് ഇപ്പോൾ ആമസോണിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പോസ്റ്റൽ വഴിയേ കിട്ടുകയുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.